പുതിയൊരു രാജ്യത്ത്, അതും അവിടുത്തെ ഭാഷ പോലും അറിയാത്തൊരു നഗരത്തിൽ പുതുതായി വന്ന് താമസിക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം ഒരു അജ്ഞാതൻ നമ്മളെ തന്നെ നോക്കി നിന്നാലോ? നമുക്ക് പിന്നെ സ്വസ്ഥായി ഉറങ്ങാൻ പറ്റുമോ? ആ സമയം ആ നഗരത്തിൽ ഒരു സൈക്കോ കില്ലർ കൂടി ഇറങ്ങിയെന്ന വാർത്ത അറിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല അല്ലേ? യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചുരുക്കിയ ഒരു റൊമാനിയൻ ഫിലിം. ആ ഫിലിം ഹോളിവുഡിലും റിലീസ് ചെയ്തിരുന്നു. 2022 പുറത്തിറങ്ങിയ വാച്ചർ എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാതിന് കുളിർമയേകുന്ന സംഗീതമോ അല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കുന്ന വലിയ ആക്ഷൻ രംഗങ്ങളോ വേണമെന്നില്ല പ്രേക്ഷകരെ ഒരു സിനിമയിൽ മുഴുകിയിരുത്താൻ. അതിന് ഒരു ശക്തമായ സ്ക്രിപ്റ്റും മികവാർന്ന സംവിധാനവും മാത്രം മതിയെന്ന് തെളിയിച്ച ഒരു നല്ല സിനിമയാണിത്. ഒട്ടു സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ഫിലിം ടെല്ലർ. ഈ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ അമേരിക്കക്കാരനായ ഒരു ഭാര്യയും ഭർത്താവും റൊമേനിയ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ ബുക്രസ്റ്റ് എന്ന സിറ്റിയിലേക്ക് ജോബ് ട്രാൻസ്ഫറായി വരുന്ന സീനാണ് കാണിക്കുന്നത്. ഹീറോ വർക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ജൂലിയ ഒരു ഹൗസ് വൈഫാണ്. അവൾക്ക് അവിടെ ഒരു ജോലി ഇനി കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാറിൽ പോകുമ്പോൾ റൊമാനിയൻ ഭാഷയിൽ കാർ ഡ്രൈവറും ഹീറോയും സംസാരിക്കുന്നു. ഹീറോയ്ക്ക് ആ ഭാഷ നന്നായി അറിയാം. ജൂലിയയ്ക്ക് ആ ഭാഷ അറിയില്ല. പക്ഷെ അവൾക്കത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അവർ ഒരു വലിയ അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ വന്നിറങ്ങുകയാണ്. അതാണ് അവർക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റ്. ആ അപ്പാർട്ട്മെന്റിന്റെ ഓണർ വന്ന് വീടെല്ലാം തുറന്ന് അവരെ കാണിക്കുന്നുണ്ട്. വളരെ നല്ല വീടാണ്. വലിയ റൂമുകളും ജനലുകളുമുള്ള വലിയൊരു അപ്പാർട്ട്മെന്റ് തന്നെ. ഓണർ റൊമാനിയൻ ഭാഷയിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ താമസിക്കുന്നതിനുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പറയുന്നത്. എല്ലാത്തിനും ഓക്കെ പറഞ്ഞ് ഹീറോ അവരെ ഒരുവിധം അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. കൊള്ളാം, നല്ല വലിയ വീടാണ്. ഹീറോയ്ക്ക് ഇഷ്ടായി. അങ്ങനെ ആ രാത്രി അവർ ഒരുമിച്ച് എൻജോയ് ചെയ്ത് കിടക്കുകയാണ്. പുതിയ സ്ഥലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ജൂലിയയ്ക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വെറുതെ എഴുന്നേറ്റ് വിൻഡോയുടെ കർട്ടൻ മാറ്റി ആ മഴയെ നോക്കി നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ബിൽഡിംഗിലെ റൂമിൽ നിന്ന് ആരോ ഒരാൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. പെട്ടെന്ന് ആ കർട്ടൻ ക്ലോസ് ചെയ്ത് അവൾ പോയി ഹീറോയുടെ കൂടെ കിടക്കുന്നു. രാവിലെ നിങ്ങൾ ജോലിക്ക് പോകും മുമ്പ് എന്നെ കൂടി വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്നും പറഞ്ഞാണ് ജൂലിയ ആ രാത്രി കിടക്കുന്നത്. എന്നാൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹസ്ബൻഡിനെ കാണുന്നില്ല. പകരം കൂർക്കം വരച്ച് കിടന്നുറങ്ങുന്ന ജൂലിയയുടെ ഫോട്ടോ എടുത്ത് അവൻ അവളുടെ മൊബൈലിലേക്ക് അയച്ചിട്ടുമുണ്ട്. ആ ഫോട്ടോ കണ്ട് അവൾക്ക് തന്നെ ചിരി വരുന്നുണ്ട്. പിന്നെ അവൾ നേരെ പോയി റേഡിയോ വെച്ച് റൊമേനിയൻ ഭാഷയിൽ എന്തോ പരിപാടിയാണ് കേൾക്കുന്നത്. എന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ എങ്ങനെ റൊമേനിയൻ ഭാഷ സംസാരിക്കാമെന്നെല്ലാം അവൾ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. കുറച്ചു കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കി പിന്നീട് അവൾ പുറത്തുപോയി ഒരു ഹോട്ടലിൽ ചെന്ന് റൊമേനിയൻ ഭാഷയിൽ ചായ ഓർഡർ ചെയ്ത് കുടിക്കുന്നു. അങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങി ആസ്വദിച്ച് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവം അവൾ ഓർക്കുന്നത്. ആ മഴയത് അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്നും ആരോ തന്നെ നോക്കി നിൽക്കുന്ന ആ കാഴ്ച. അവൾ വീണ്ടും പോയി കർട്ടൻ മാറ്റി അതേ ജനലിലൂടെ നോക്കുമ്പോൾ അവൾ വീണ്ടും ഞെട്ടുന്നു. കാരണം ആരോ ഒരാൾ അപ്പോഴും അവളെ അവിടെ നിന്നും നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ആളുടെ മുഖം വ്യക്തമല്ല. അടുത്ത ദിവസവും ഹസ്ബൻഡ് ജോലിക്ക് പോയതിനു ശേഷം അവൾ ആ നഗരം ചുറ്റിക്കാണുന്നതിനായി ഇറങ്ങുകയാണ്. അങ്ങനെ അവിടെ ഇവിടെയെല്ലാം പോയി ചുറ്റിയടിച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് അവളുടെ അപ്പാർട്ട്മെന്റിന്റെ ഡോർ തുറന്നു കിടക്കുന്നത് കാണുന്നത്. അത് ഓണറും കൂടെ ഒരു ഇലക്ട്രീഷ്യനുമായിരുന്നു. അവർ അവിടെ എന്തോ ഒരു മെയിൻ്റെനൻസിന് വന്നതാണ്. അവിടെ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് ശരിയാക്കി കൊടുത്തിട്ട് പോവുകയാണ് അവർ. ജൂലിയ ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് അവൾക്ക് സമാധാനമാകുന്നു. പിന്നീട് അവൾ ഭർത്താവിനെ കാത്ത് റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ സമയം അവൾ അപ്പുറത്ത് അപ്പാർട്ട്മെന്റിലേക്ക് നോക്കുമ്പോൾ ആ ഒരാൾ അവിടെ തന്നെ അപ്പോഴും അവിടെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. ആ സമയം അവളുടെ ഭർത്താവ് വരുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ജോലിയായി ഒരു ഈവനിങ് വാക്കിന് പോകാമെന്നൊക്കെ പറഞ്ഞ് കോട്ടൊക്കെ ഇട്ട് തണുപ്പിലൂടെ നടക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തൊരു മർഡർ സീൻ കാണിക്കുന്നുണ്ട്. അവിടെ പോലീസെല്ലാം നിൽക്കുന്നു. ഒരു പെണ്ണ് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ അപ്പാർട്ട്മെന്റിലെ ഒരു പ്ലംബറാണ് ആ കാഴ്ച ആദ്യം കണ്ടത്. അയാളത് കണ്ട് വല്ലാതായി അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി വേണം പോലീസിന് അയാളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ. പിറ്റേ ദിവസം TV ന്യൂസിൽ ആ കൊലയെക്കുറിച്ച് കൂടുതലായി പറയുന്നുണ്ട്. മരിച്ച പെണ്ണിന്റെ ഫോട്ടോയും കാണിക്കുന്നു. ആ സമയം നായകൻ പറയുന്നുണ്ട്, രാത്രി കുറച്ചുപേർ പാർട്ടിക്ക് വരും, നമുക്ക് ഒരുമിച്ച് ഇവിടെ ആഘോഷിക്കാമെന്ന്. പക്ഷെ ഇതൊന്നും കേൾക്കാതെ ജൂലിയ മറ്റെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് ചോദിക്കുന്നു, എന്താ നിന്റെ പ്രശ്നം? അപ്പോഴാണ് അവൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്നും ആരോ ഒരാൾ രാത്രിയായാൽ ഫുൾ ടൈം എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, പകൽ സമയത്തില്ല എന്ന്. അപ്പോൾ നായകൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ എന്തിനാ വിഷമിക്കുന്നത്? അങ്ങനെയൊരുത്തൻ നിന്നെ ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ ശരിയാക്കിക്കോളാം, നീ പേടിക്കണ്ട എന്ന്. അത് കേട്ട് നമ്മുടെ ജൂലിയും ചിരിക്കുന്നുണ്ട്.
അങ്ങനെ വൈകുന്നേരം ഹസ്ബൻഡും അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടും അയാളുടെ വൈഫും ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. അവർ 4 പേരും കൂടി പാർട്ടി എൻജോയ് ചെയ്ത് സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന കൂട്ടത്തിൽ തലേദിവസം നടന്ന കൊലപാതകത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നായകന്റെ ഫ്രണ്ട് അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നു. കൊല്ലപ്പെട്ടത് ഒരു യുവതിയാണെന്നും പോലീസിന് കിട്ടിയ ബോഡിയിൽ തലയുണ്ടായിരുന്നില്ല എന്നും തല ആ കില്ലർ അറുത്തെടുത്തോണ്ട് പോയിരിക്കുന്നു എല്ലാമാണ് അവൻ പറയുന്നത്. കൂടാതെ 1 മാസത്തിന് മുമ്പും ഇതുപോലെ ഒരു മർഡർ നടന്നിരുന്നു. ഒരു പെണ്ണിനെ തന്നെയാണ് കൊന്നത്. അന്നും തല അറുത്തുമാറ്റപ്പെട്ടിരുന്നു. ഇത് ഏതോ ഒരു സൈക്കോ കില്ലറുടെ പണിയാണെന്നും അവനെ സ്പൈഡർ എന്നാണ് വിളിക്കുന്നതെന്നുമെല്ലാം ന്യൂസിൽ വന്നിരുന്നതായി പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ നടിക്കും പേടിയാവുന്നുണ്ട്. അത് പുറത്ത് കാണിക്കാതെ അവൾ ജസ്റ്റ് ഒന്ന് അപ്പാർട്ട്മെന്റിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിലെ ഒരു ലേഡി അവളുടെ ബോയ് ഫ്രണ്ടിന് ഒരു കിസ് കൊടുത്ത് ബൈ പറയുന്ന സീനാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ പുതുതായി വന്ന താമസക്കാർ? ഞാൻ തൊട്ടപ്പുറത്തെ റൂമിലാണ്. എന്നെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ചിലപ്പോൾ ഉച്ചത്തിൽ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും. ശബ്ദം കൂടുതലാണെങ്കിൽ ചുമ്മാ വന്ന് ഡോറി തട്ടിയാൽ മതി, ഞാൻ കുറച്ചോളാം എന്നെല്ലാം അവൾ ജൂലിയോട് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ കൊല്ലപ്പെട്ട പെണ്ണിന്റെ ഫോട്ടോയെല്ലാം പത്രത്തിൽ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ആ പെണ്ണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഒരു പെണ്ണ് മാത്രം ആ സൈക്കോ കില്ലറുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ രക്ഷപ്പെട്ട പെണ്ണ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, താൻ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് വെച്ചാൽ അന്ന് കില്ലറുടെ കയ്യിലകപ്പെട്ടപ്പോൾ അയാളിന്റെ കഴുത്തിൽ കത്തിവെച്ച് കൊല്ലാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഒച്ചവെക്കുകയോ കരയുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ കുറെ മണിക്കൂറുകളോളം അയാളിന്റെ മുഖത്തേക്ക് നോക്കി തന്നെ നിന്നു. അവസാനം എന്തോ കാരണം കൊണ്ട് അയാളെന്നെ വെറുതെ വിട്ടു. രക്ഷപ്പെട്ട കുട്ടിയുടെ ഫേസ് ആ വീഡിയോയിൽ ബ്ലറാക്കി വെച്ചിരിക്കുകയാണ്. ആ കുട്ടി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എപ്പോഴും എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലന്ന് എനിക്കുണ്ടായിരുന്നുവെന്ന്. ഇതെല്ലാം കേട്ടിട്ട് ഇപ്പോൾ നമ്മുടെ കഥാനായികയ്ക്കും അതേ തോന്നലാണുള്ളത്, തന്നെയും ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അടുത്ത ദിവസം നായിക പുറത്തു പോകുമ്പോൾ തന്നെ ആരോ തുടർച്ചയായി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ നായിക തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിലുള്ള ആൾ അവളെ ക്രോസ് ചെയ്ത് നടന്നു പോകുന്നു. രക്ഷപ്പെട്ടു എന്ന് കരുതിയ അവൾ എന്നാൽ ഒരു സിനിമ കാണാമെന്ന് കരുതി ഒരു തിയേറ്ററിൽ പോകുന്നു. പക്ഷേ ആ തിയേറ്ററിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. അവിടെയിവിടെയായി കുറച്ചാളുകളിരുന്ന് സിനിമ കാണുന്നുണ്ട്. ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിൽ സസ്പെൻസ് ത്രില്ലറും. അപ്പോൾ നടിയുടെ തൊട്ടുപിറകിലെ സീറ്റിൽ ഒരാൾ വന്നിരിക്കുന്നത് പോലെ നടിക്ക് തോന്നുന്നു. ഒരു ബ്രൗൺ ജാക്കറ്റ് ധരിച്ച ഒരാൾ. പക്ഷേ അപ്പോൾ നമ്മുടെ നടിക്ക് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ആളുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ല. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും പോവുകയാണ്. അയാൾ ഇട്ടിരിക്കുന്ന ഒരു ബ്രൗൺ കളർ കോട്ട് മാത്രമാണ് അവൾ ഒരു മിന്നായം പോലെ കണ്ടത്. പിന്നെ നമ്മുടെ നടി അവിടെ നിന്ന് പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവൾ അവിടെ നിന്നും സാധനങ്ങൾ നോക്കിയെടുക്കുമ്പോൾ അവിടെയും ഒരു ബ്രൗൺ ജാക്കറ്റ് ഇട്ട ഒരാൾ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ തോന്നുന്നു. നോക്കുമ്പോൾ ശരിയാണ്, ഒരാൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവൾ ആ ഷോപ്പിൽ എങ്ങോട്ട് പോയാലും അയാളും ആ വഴിയെല്ലാം വരുന്നു. അവൾക്കിപ്പോൾ അയാളുടെ കോട്ടിന്റെ കളറും അറിയാം, ചെരുപ്പിന്റെ കളറും അറിയാം. രണ്ടും ബ്രൗൺ കളർ തന്നെ. അയാളുടെ മുഖം വ്യക്തമായി കണ്ടില്ല. അവൾ പെട്ടെന്ന് പോയി അവിടെ ഒരു സ്റ്റോർ റൂമിൽ ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ ഒളിച്ചിരുന്ന് അയാളുടെ മുഖം കാണാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അയാളുടെ മുഖം വ്യക്തമായി കാണാൻ അവൾക്ക് കഴിയുന്നില്ല. സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫ് അവളെ സ്റ്റോർ റൂമിൽ വെച്ച് കാണുന്നു. എന്താ മാഡം നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ടേക്ക് കസ്റ്റമേഴ്സിന് പ്രവേശനമില്ല, പ്ലീസ് പുറത്തു പോകുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറക്കി വിടുന്നു. വൈകുന്നേരം അവളുടെ ഭർത്താവുമായി ഈ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, നീ ആ ഫോളോ ചെയ്ത ആളുടെ മുഖം വ്യക്തമായി കണ്ടോ എന്നെല്ലാം. പക്ഷേ അവൾക്ക് മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. സാരമില്ല, നീ പോയ സൂപ്പർ മാർക്കറ്റിൽ എന്തായാലും CCTV ഉണ്ടാവും. അതിൽ അവന്റെ മുഖം തീർച്ചയായും പതിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവർ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അവിടുത്തെ സ്റ്റാഫിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ CCTV ചെക്ക് ചെയ്യുന്നു. നോക്കുമ്പോൾ ശരിയാണ്, ഒരു ബ്രൗൺ കളർ ജാക്കറ്റ് ഇട്ട ഒരാൾ നടിയുടെ അടുത്തുകൂടെയെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നടിയെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പു പറയാൻ പറ്റില്ല. കാരണം അതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. അയാൾ എല്ലായിടത്തും നടന്ന് അതും ഇതും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ നടി അവിടെയുണ്ട്, അത്രമാത്രം. പക്ഷേ ക്യാമറയിലൊന്നും അയാളുടെ മുഖം വ്യക്തമായി പതിഞ്ഞിട്ടില്ല. എന്നാലും നടി അയാളുടെ ആ രൂപം മൊബൈലിൽ ഫോട്ടോ എടുത്തു വെക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നു. എന്താ, നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണോ? ഞാനിന്ന് ലീവ് എടുക്കണോ എന്ന് ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്. സാരമില്ല, നിങ്ങൾ ജോലിക്ക് പോയിട്ട് വാ എന്ന് നടി പറയുന്നു. ഹീറോ പോയതിനു ശേഷം നമ്മുടെ നടി നേരെ പോയി ഒരു കസേര ജനലിന്റെ അടുത്തിട്ടിരുന്ന് അപ്പുറത്തെ അപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസിലേക്ക് നോക്കിയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആരെല്ലാമാണ് വരുന്നത്, ആരെല്ലാമാണ് പോകുന്നതെന്നെല്ലാം അവൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഡോറിൽ ആരോ വന്ന് തട്ടുന്നു.
ആരാണെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഓണറാണ്. അവർ റൊമേനിയൻ ലാംഗ്വേജിൽ എന്തോ പരിഭ്രമിച്ച് പറയുകയാണ്. നടിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അപ്പുറത്തെ റൂമിലെ ആ പെണ്ണ് ഓണർ എന്താണ് പറയുന്നതെന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഓണറമ്മയുടെ മൊബൈൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഇവിടെ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ തിരിച്ചു തരണമെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അവർ വിഷമിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയം ട്രാൻസ്ലേറ്റ് ചെയ്തതിന് നന്ദിയെന്ന് അവർ മറ്റേ പെണ്ണിനോട് പറയുന്നു. എന്തുപറ്റി, തനിച്ചാണോ? ഹസ്ബൻഡ് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വന്നിട്ടില്ല എന്ന് അവൾ പറയുന്നു. ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങോട്ട് പോരെ, നമുക്ക് ഹസ്ബൻഡ് വന്ന വരെ സംസാരിച്ചിരിക്കാമെന്നും പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് നമ്മുടെ നടിയെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ ശരിയെന്നും പറഞ്ഞ് നമ്മുടെ നടിയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഈ പെണ്ണ് ലണ്ടനിൽ കുറച്ചുനാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാം. ഇപ്പോൾ ഇവിടെ ഒരു ക്ലബിൽ ഡാൻസറായി ജോലി ചെയ്യുകയാണ്. ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ എന്ന് നമ്മുടെ നടി അവളോട് ചോദിക്കുമ്പോൾ എനിക്കാരെയും പേടിയൊന്നുമില്ല. എന്റെ രക്ഷയ്ക്കായി എന്റെ കയ്യിലൊരു ഗണ്ണുണ്ട്. ഗണ്ണോ? ശരിക്കും? അതെ, സത്യമെന്ന് പറഞ്ഞ് അവൾ ആ ഡ്രോയർ തുറന്നു നോക്കാൻ പറയുന്നു. അപ്പോൾ അതിൽ ഒരു ഗണ്ണിരിക്കുന്നത് കാണുന്നു. നൈറ്റിലും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഇത് അത്യാവശ്യമാണെന്ന് അവൾ പറയുന്നു. അങ്ങനെ കുറച്ചു നേരം അവളോട് സംസാരിച്ച് നമ്മുടെ നടിക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. തിരിച്ച് നടി അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് ഇപ്പോഴും തന്നെ അവൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ എന്ന് നോക്കുമ്പോൾ അവൾ ഞെട്ടുന്നു. അതെ, അയാൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇനി അവൻ എന്നെ തന്നെയാണോ നോക്കുന്നേ, അതോ വേറെ ആരെങ്കിലും ആണോ? അതൊന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി നടി കൈകൾ ഉയർത്തി ഒരു ഹായ് കാണിക്കുന്നു. ഇപ്പോൾ അവനും തിരിച്ച് ഹായ് കാണിച്ചാൽ അവൻ എന്നെ തന്നെയാണ് വാച്ച് ചെയ്യുന്നത്. അവൻ റെസ്പോൺസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവൻ വേറെ എന്തെങ്കിലും ആകും നോക്കുന്നത് എന്നും കരുതി ഒരു ഹായ് കാണിക്കുന്നു. ആ സമയം അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലെ ആ രൂപവും അയാളുടെ കൈകൾ ഉയർത്തി ഹായ് കാണിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ നടി വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യങ്ങളെല്ലാം വീണ്ടും അവൾ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്. എവിടെ, നീ പറയുന്ന ആളെന്നും പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ലൈറ്റ് ഓഫാണ്. നിനക്കിത്ര ഉറപ്പാണെങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമെന്നും പറഞ്ഞ് പോലീസിൽ അറിയിക്കുന്നു. പോലീസ് അവിടെ എത്തി അവരുടെ കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ആൾ എങ്ങനെയിരിക്കും? എന്തെങ്കിലും ഫോട്ടോയുണ്ടോ എന്നെല്ലാം പോലീസ് ചോദിക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നെടുത്ത ആ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഈ ഫോട്ടോയിൽ മുഖം വ്യക്തമല്ലല്ലോ, പിന്നെ എങ്ങനെയാ ഇയാൾ തന്നെയാണ് അത്രയും ദൂരെയുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് നോക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നത് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ നമ്മുടെ നടി പറയുന്നു. അത് എന്റെ മനസ്സ് പറയുന്നതാണ്. എനിക്ക് ഉറപ്പാണ് അയാൾ തന്നെയാണ്. അങ്ങനെ നിങ്ങളുടെ മനസ്സ് പറഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് കേസൊന്നും എടുക്കാൻ പറ്റില്ല. അതിന് തെളിവ് വേണം. ഒരു കാര്യം ചെയ്യൂ, ഞാൻ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ പോയി ഒന്ന് സംസാരിക്കാം. അയാൾ നിങ്ങളെ നോക്കി ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഞാനൊന്ന് അയാളെ വാൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ നടി പറയുന്നു ഞാനും കൂടെ വരാമെന്ന്. നീ പോകണ്ട, ഞാൻ പൊക്കോളാമെന്നും പറഞ്ഞ് ഹസ്ബൻഡ് പോലീസിന്റെ കൂടെ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അങ്ങോട്ട് പോയ ഹസ്ബൻഡിനോട് എന്തായെന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ നടി. അപ്പോഴേക്കും ഹസ്ബൻഡ് കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചെത്തുന്നു. ദേ നോക്കൂ, നീ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇതൊരു ചെറിയ സ്ഥലമാണ്. ഇവിടെയുള്ളത് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. അവിടെ വന്ന് അവൻ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടു പോകുന്നത് ഒരു പതിവാണ്. അതിനെല്ലാം നീ നിന്നെ ഫോളോ ചെയ്തു വന്നതെന്ന് പറഞ്ഞാൽ പോലീസുകാർ അത് കണക്കിലെടുക്കില്ല. നീയാണ് ആവശ്യമില്ലാതെ ഒത്തിരി ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് ഹസ്ബൻഡ് പറയുന്നു. അപ്പോൾ നമ്മുടെ നടി പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെ ചിന്തിച്ചു കൂട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് ഹസ്ബൻഡ് പറയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അവൾ പറയുന്നു, നിങ്ങളൊന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവൾ കരയുന്നു. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് ആ വാതിലടച്ച് അകത്തേക്ക് പോകുന്നു. ശരി, ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് അവിടെ നിന്നും പോകുന്നു. വല്ലാത്ത വിഷമത്തിലിരിക്കുന്ന നമ്മുടെ നടി ആ നഗരത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് അതേ ആ ബ്രൗൺ ജാക്കറ്റ് ഇട്ട ആൾ അവളുടെ മുന്നിലൂടെ നടന്നു പോകുന്നത് അവൾ കാണുന്നത്. അയാൾ അറിയാതെ അവൾ അയാളെ പിന്തുടരുന്നു. അയാളുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. അയാൾ പോയി കുറച്ച് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നു. എന്നിട്ട് അവിടെയുള്ള ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഒരു കെട്ടിടത്തിന്റെ അകത്തേക്ക് പോകുന്നുണ്ട്. അയാളെ പിന്തുടരുന്ന നമ്മുടെ നടിയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോൾ ഒരു ഡോറിന്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി പോലെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളോട് നടി ചോദിക്കുന്നു, എനിക്ക് അകത്തോട്ട് കയറാമോ എന്ന്. ഓ, അതിനെന്താ, തീർച്ചയായും നിങ്ങൾക്കും കയറാം. 18 വയസ്സ് കഴിഞ്ഞ ആർക്കും അകത്തേക്ക് പ്രവേശിക്കാമെന്നും പറഞ്ഞ് അയാൾ വാതിൽ തുറന്നു കൊടുക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അതൊരു പബ്ബാണ്. മദ്യവും ഡാൻസും എല്ലാം ഉണ്ട്. അയാൾ അറിയാതെ അവൾ വാച്ച് ചെയ്യുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അയാൾ അവിടുത്തെ ഒരു തൂപ്പുകാരനാണ്. അവനും തന്നെ ആരോ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നടി അവിടെ നിന്നും മാറിക്കളയുന്നു.
നേരെ പോയി നിൽക്കുന്നത് നമ്മുടെ നടിയുടെ അപ്പുറത്തെ റൂമിലെ പെണ്ണിന്റെ ഫ്രണ്ടിലാണ്. അവളിവിടെയാണ് ഡാൻസറായി ജോലി ചെയ്യുന്നത്. അവളോട് നടന്ന കാര്യങ്ങളെല്ലാം നടി പറയുന്നു. ഇത്രയുള്ളൂ കാര്യം? നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഒരുത്തൻ നിന്നെ അവിടെ നിന്ന് നോക്കുന്നതല്ലേ ഉള്ളൂ. അവൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നില്ലല്ലോ. ഇതിലും വലിയ പ്രശ്നങ്ങളുമായി ആളുകൾ സുഖമായി ജീവിക്കുന്നു. നീ ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞ് അവൾ നടിയെ ആശ്വസിപ്പിക്കുന്നു. എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ നായിക വീട്ടിലേക്ക് തിരിച്ചു പോരുന്നു. കുറച്ചു നേരം ഉറങ്ങാമെന്ന് കരുതി ഡോറെല്ലാം ലോക്ക് ചെയ്ത് അവൾ കിടക്കുകയാണ്. പെട്ടെന്ന് ആരോ അവളുടെ പുറകിലൂടെ ഒരു തുണി കൊണ്ട് മുഖത്ത് വലഞ്ഞു മുറുക്കി അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ആരാണെന്ന് നോക്കുമ്പോൾ അവളൊരു സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റതാണ്. ചെറുതായൊന്ന് മയങ്ങിപ്പോയിരുന്നു നമ്മുടെ നടി. അപ്പോഴാണ് തൊട്ടടുത്ത പെണ്ണിന്റെ റൂമിൽ നിന്നും ഒരു കരച്ചിൽ കേൾക്കുന്നത്. എന്താണെന്ന് തട്ടി നോക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്. പലതവണ കരച്ചിൽ കേട്ടു. എന്തോ ഒരു അപകടമാണെന്ന് നമ്മുടെ നടി വിചാരിച്ച് ഈ വിവരം അപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും വിളിച്ചറിയിക്കുന്നു. അങ്ങനെ ഓണറമ്മയും ബാക്കിയെല്ലാവരും ആ പെണ്ണിന്റെ റൂമിന്റെ വെളിയിൽ തടിച്ചുകൂടുന്നു. അപ്പോൾ ഓണറമ്മ പറയുന്നുണ്ട്, ഇവിടെ അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാണ്. അവസാനം നടിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ ആ റൂം തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് താഴെ വീണ് കിടക്കുന്നുണ്ട്. അതിനടുത്തായി ഒരു പൂച്ചയും. കണ്ടോ, ഈ പൂച്ചയായിരിക്കും ശബ്ദമുണ്ടാക്കി നിന്നെ പേടിപ്പിച്ചത്. ഇവിടെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. പിറ്റേ ദിവസം ഓണർ നമ്മുടെ നടിയുടെ ഹസ്ബൻഡിനോട് ഈ നടന്നതെല്ലാം പറയുന്നു. നോക്കൂ, നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വല്ല ഡോക്ടറെ കൊണ്ട് കാണിക്കൂ. ഇങ്ങനെ ഇവിടെയുള്ള താമസക്കാരെയും എന്നെയും ബുദ്ധിമുട്ടിക്കരുത്. ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന താമസക്കാരെ എനിക്കിവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ പോകുന്നു. ഇക്കാര്യം ഹസ്ബൻഡ് വന്ന് നടിയോടും പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഹസ്ബൻഡ് ജോലിക്ക് പോവുകയാണ്. നമ്മുടെ നായിക ഇന്നലെ പോയ ഡാൻസ് ബാറിലേക്ക് വിളിച്ച് അപ്പുറത്തെ റൂമിലെ പെണ്ണിനെ കുറിച്ച് ചോദിക്കുന്നു. അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയോ എന്നെല്ലാം. അപ്പോൾ അവർ പറയുന്നു ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയതാണെന്ന്. പക്ഷേ അവൾ റൂമിലെത്തിയിട്ടില്ല എന്ന് അവൾ മനസ്സിലാക്കുന്നു. അതേസമയം അപ്പുറത്തെ വീട്ടിലെ ഡോറിൽ ഒരാൾ വന്ന് മുട്ടുന്നുണ്ട്. ആ വന്നതാരാണെന്ന് നടി അന്വേഷിക്കുന്നു. അവിടെ വന്നിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന്റെ ലവറാണ്. അവൾ രാവിലെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ കണ്ടില്ല. അതുകൊണ്ട് അന്വേഷിച്ചു വന്നതാണ്. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നും അയാൾ പറയുന്നു. ഓക്കെ, ആ നമ്പർ ഒന്ന് താ, ഞാനൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് നടിയും ആ നമ്പറിലേക്ക് വിളിക്കുന്നു. പക്ഷെ ഒരു അനക്കവുമില്ല. അപ്പോൾ നടി അയാളോട് ഇന്നലെ തോന്നിയ കാര്യങ്ങളും ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നു. നമുക്ക് അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ പോയി ഒന്ന് നോക്കിയാലോ എന്ന് നടി അയാളോട് ചോദിക്കുന്നു. ശരിയെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. അവൻ ആ ഡോറിൽ തട്ടുന്നുണ്ട്. പക്ഷേ ആരും വാതിൽ തുറക്കുന്നില്ല. 1-2 തവണ അവൻ ആ വാതിൽ തട്ടുന്നു. പക്ഷേ ഒരു റെസ്പോൺസും ഇല്ല. അവസാനം നടി പറയുന്നു, ഒന്നുകൂടി ഒന്ന് തട്ടി നോക്കൂ എന്ന്. അവസാനമായിട്ട് ആ ഡോറിൽ തട്ടി അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നു, ആവശ്യമില്ലാതെ പെണ്ണുങ്ങളെ നോക്കി പേടിപ്പിക്കുന്ന വേലയെല്ലാം കൈവച്ചാൽ മതി. മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇടിച്ച് ശരിയാക്കുമെന്നെല്ലാം റൊമേനിയൻ ഭാഷയിൽ പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ നടി ആ ഡോറിന് മുമ്പിൽ തന്നെ നിൽക്കുമ്പോൾ ആരോ ഒരാൾ ആ ഡോർ തുറന്നു വരുന്നു. അതൊരു വയസ്സായ മനുഷ്യനായിരുന്നു. അയാളെ കണ്ടതും നടി അവിടെ നിന്നും വേഗം പുറത്തേക്ക് ഓടുന്നു. ആ സമയം താഴെ നിന്നും സ്റ്റെപ്പ് കയറി ബ്രൗൺ ജാക്കറ്റിട്ട മനുഷ്യൻ മുകളിലേക്ക് വരുന്നുണ്ട്. ഇരുവരും പരസ്പരം കാണുന്നു. ഇതെന്താണ്, ഞാൻ ഫോളോ ചെയ്യുന്നുവെന്ന് പറഞ്ഞ് നടക്കുന്നവൾ ഇപ്പോൾ എന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നു. അടുത്ത നിമിഷം പോലീസുമായി ആ ബ്രൗൺ ജാക്കറ്റുകാരൻ നടിയുടെ ഡോറിന്റെ വെളിയിൽ നിൽക്കുന്നു. വേറൊന്നുമല്ല സംഭവം, നമ്മുടെ നടി അയാളെ ഫോളോ ചെയ്യുന്നുവെന്ന് പറഞ്ഞ് അയാൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. ആ മുമ്പ് വന്ന അതേ പോലീസ്. നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്ത് കളിക്കാൻ? ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്കിടയിലുള്ള ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന്. സോ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സന്തോഷമായി ഇവിടെ നിന്ന് പിരിയണം എന്നും പറഞ്ഞ് അവരെ കൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുപ്പിച്ച് ടാറ്റാ ബൈയും പറഞ്ഞ് പോലീസും പോകുന്നു. ഇതൊക്കെയായിട്ടും നടിക്കും മനസ്സിനൊരു സുഖമില്ല. ഇത്രനാളും ആ ബ്രൗൺ ജാക്കറ്റുകാരനെ മര്യാദയ്ക്ക് അടുത്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ അടുത്തു കണ്ടു, മുഖവും കണ്ടു, തൊട്ടും നോക്കി. എന്നാലും ഒരു ഭയം, മനസ്സ് എന്തോ പറയുന്നത് പോലെ. ആ സമയത്താണ് ഹസ്ബൻഡ് ന്യൂസിൽ ഒരു വാർത്ത അവളെ കാണിക്കുന്നത്. അന്ന് അപ്പാർട്ട്മെന്റിനടുത്ത് ഒരു കൊല നടന്നിരുന്നില്ലേ, ഒരു പെണ്ണിനെ കൊലപ്പെടുത്തിയത്. അതിലെ കൊലയാളി അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്ലംബർ തന്നെയാണ്. ആ മരിച്ച പെണ്ണിന്റെ കീറിയ വസ്ത്രങ്ങളും മറ്റും ആ പ്ലംബറിന്റെ റൂമിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് സീനിയർ കില്ലറിനെ ആലോചിച്ച് നീ ഭയപ്പെടേണ്ട, അവനെ പോലീസ് പിടിച്ചിരിക്കുന്നു എന്നെല്ലാം ഹസ്ബൻഡ് പറയുന്നു. പിറ്റേ ദിവസം ഹസ്ബൻഡിന്റെ ഓഫീസിൽ എന്തോ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവരുടെ ഫാമിലിയും എല്ലാം ഉണ്ട്. നമ്മുടെ നടിയും ഉണ്ട്. അവൻ അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നുമുണ്ട്. എല്ലാവരുടെയും കൂട്ടത്തിൽ വലിയ കാര്യങ്ങൾ പറഞ്ഞ് ആളാവുന്നതിന് വേണ്ടി
അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നടന്ന കൊലയെക്കുറിച്ചും മറ്റു സംഭവങ്ങളെക്കുറിച്ചും അവൻ സംസാരിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ നടിക്കുണ്ടാവുന്ന തോന്നലുകളെക്കുറിച്ചും അവൻ അവിടെ വെച്ച് പറയുന്നുണ്ട്. അതവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൾ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. പുറകെ പോയ ഹസ്ബൻഡും അവളെ കുറെ വഴക്ക് പറയുന്നുണ്ട്. എന്താടി നിന്റെ പ്രശ്നം? ശരിക്കും എനിക്ക് മടുത്തു നീ കാരണം. നീ ഓരോന്നും ചിന്തിച്ചു കൂട്ടിയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നീ ചിന്തിച്ചു കൂടുന്ന പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് റിയലായി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അറിയൂ. ഇതെല്ലാം കേട്ട് വിഷമിച്ച് അവൾ അവിടെ നിന്നും ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. രാത്രി നേരം വൈകിയത് കൊണ്ട് തന്നെ ടാക്സി ഒന്നും കിട്ടുന്നില്ല. അവൾ ആ രാത്രി നഗരത്തിലൂടെ നടന്ന് അവസാനം ഒരു മെട്രോ സ്റ്റേഷനിൽ എത്തുകയാണ്. അവിടെ ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ഇപ്പോൾ അവൾക്ക് ഭയമാവുന്നുണ്ട്. അവൾ ചുറ്റും നോക്കുന്നുണ്ട്, ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നെല്ലാം. അവസാനം ഒരു ട്രെയിൻ വരുന്നു. അതിൽ കയറിയിരിക്കുന്നു. നോക്കുമ്പോൾ ഒത്തിരി തിരക്കൊന്നുമില്ല. രാത്രിയല്ലേ, അവിടെ ഇവിടെയായി കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. അവൾ പയ്യൊന്ന് മയങ്ങിപ്പോകുന്നു. പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു. നോക്കുമ്പോൾ അതേ കോച്ചിൽ കുറച്ചകലെയായി അതേ ആൾ, ആ ബ്രൗൺ ജാക്കറ്റുകാരൻ ഇരിക്കുന്നു. അയാളെ കണ്ടതും അവൾ ചാടി എഴുന്നേൽക്കുന്നു. ഇറങ്ങിപ്പോയാലോ എന്ന് കരുതി അവൾ ഡോറിനടുത്തേക്ക് നടക്കുന്നു. പക്ഷേ ട്രെയിൻ നിന്നാലല്ലേ ഇറങ്ങാൻ പറ്റൂ. ഒരുവിധം ധൈര്യം സംഭരിച്ച് അവൾ അവിടെ സീറ്റിൽ തന്നെ ഇരിക്കുന്നു. പെട്ടെന്ന് ട്രെയിൻ സ്ലോ ആയി അവിടെ നിൽക്കുന്നു. പക്ഷേ വാതിലുകൾ തുറക്കുന്നില്ല. അപ്പോൾ അയാൾ എഴുന്നേറ്റ് അവളുടെ എതിർവശത്തായി വന്നിരിക്കുന്നു. എന്നിട്ട് അയാൾ അവളോട് പറയുന്നുണ്ട്, പേടിക്കണ്ട, സ്റ്റേഷൻ ആയിട്ടില്ല. ട്രെയിൻ നിന്നത് ചിലപ്പോൾ സിഗ്നൽ പ്രോബ്ലമോ അതല്ലെങ്കിൽ ട്രാക്കിൽ ആനിമൽസ് വല്ലതും ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അത് ക്ലിയർ ആവുന്നത് വരെ ട്രെയിൻ പിടിച്ചിടും. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും, പേടിക്കണ്ട എന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് ധൈര്യം സംഭരിച്ച് അവൾ ചോദിക്കുന്നു, എന്തിനാണ് ജനൽ വഴി എന്നെ തന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അയാൾ പറയുന്നു, എന്തു ചെയ്യാനാ, അതൊരു ശീലായിപ്പോയി. വീട്ടിൽ വയസ്സായ ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ. ജോലി കഴിഞ്ഞു വന്നാൽ ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കും. വർഷങ്ങളായി അതൊരു ശീലായിപ്പോയി. പക്ഷെ അങ്ങനെ നോക്കി നിൽക്കുന്ന എന്നെ ഇതുവരും ആരും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. നിങ്ങളാണ് ആദ്യമായി എന്നെ നോക്കി കൈകൾ വീശി ഹായ് തന്നത്. ശരി, ഞാൻ കരുതി ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ടാണ് ഹായ് കാണിച്ചതെന്ന്. പക്ഷെ അടുത്ത ദിവസം തന്നെ പോലീസുമായി വീട്ടിൽ വന്നിരിക്കുന്നു, ടാറ്റ കാണിച്ചു എന്നും പറഞ്ഞ്. തെറ്റല്ലേ നിങ്ങൾ ചെയ്തത്? ഒരു സോറി കൂടി പറഞ്ഞില്ലല്ലോ എന്നയാൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നടി ഒരു സോറി പറയുന്നു. പക്ഷേ അവളുടെ ഭയം വിട്ടുമാറുന്നില്ല. കാരണം അയാളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ക്യാരി ബാഗാണ്. അവൾ ആ ക്യാരി ബാഗിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഒരു തല വെട്ടി വെച്ചേക്കുന്നത് പോലെ തോന്നുന്നു. അതിലൊരാളുടെ മൂക്ക്, കണ്ണ്, വായ് ഒക്കെ ചെറുതായി കാണുന്നു. ഇനി അതും അവളുടെ തോന്നലാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ട്രെയിൻ നിന്നതും പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടുന്നു അവൾ. ഒരുവിധം നടന്ന് അപ്പാർട്ട്മെന്റിലെത്തുന്നു. ഇനിയുടെ നിൽക്കണ്ട, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് അവൾക്ക് തോന്നി. അവൾ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലെ റൂമിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. അവൾ അവസാനമായി അവിടെയൊന്ന് നോക്കാമെന്ന് കരുതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ റൂമിന്റെ ഡോർ തുറന്നു കിടക്കുന്നതാണ് കാണുന്നത്. ഉള്ളിൽ ആരുമില്ല. അവൾ അകത്ത് കയറി കിച്ചന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് തലയില്ലാതെ കിടക്കുന്ന അപ്പുറത്തെ വീട്ടുകാരിയുടെ ആ ഡാൻസ് പെണ്ണിന്റെ ബോഡിയാണ്. അത് കണ്ട് പേടിച്ച് നടി കരയാൻ തുടങ്ങുന്ന ആ സമയം തന്നെ ഒരു കവർ കൊണ്ട് അവളുടെ തലയിലൂടെ മുടി അവളുടെ കഴുത്തിന് പിടിച്ച് തള്ളി നിലത്തേക്കിടുന്നു. എന്നിട്ട് ആ കില്ലർ പറയുന്നു, ശബ്ദമുണ്ടാക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ശബ്ദമുണ്ടാക്കിയാൽ നിന്റെ കഴുത്ത് അറുത്തു കളയുമെന്നും പറഞ്ഞ് ആ കവർ പയ്യെ മാറ്റുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഇന്നലെ നീ ഇവിടെ ആളുകളെ കൂട്ടി വന്നപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കിടക്കുന്ന ഇവളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഈ കബോർഡിൽ. അപ്പോഴാണ് നടിക്ക് ആ കാര്യം മനസ്സിലാകുന്നത്. നിർഭാഗ്യം കൊണ്ട് ഞങ്ങൾ അതിൽ നോക്കിയില്ല. ഒരുപക്ഷെ ആ കബോർഡ് തുറന്നു നോക്കിയിരുന്നെങ്കിൽ ആ പാവം അയൽക്കാരിയെയും രക്ഷിക്കാമായിരുന്നു. ഈ കൊലയാളിയെയും പിടിക്കാമായിരുന്നു. ഞങ്ങൾ പോയതിനു ശേഷം അവളെ കൊന്ന് അവളുടെ തല അറുത്ത് കവറിലാക്കി കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ എന്റെ തോന്നലുകളെല്ലാം ശരിയായിരുന്നു. എന്റെ വിശ്വാസങ്ങളെല്ലാം ശരിയായിരുന്നു. ആ കവറിനുള്ളിൽ അവളുടെ തല തന്നെയായിരുന്നു. ഇപ്പോൾ എന്റെ തലയും പോവാൻ പോകുന്നു. ഇപ്പോൾ കത്തിവെച്ച് അവൻ പറയുന്നു, ശബ്ദമുണ്ടാക്കിയാൽ അറുത്തു കളയുമെന്ന്. അറിയാതെ അവൾ രക്ഷിക്കണേന്ന് അലറാൻ തുടങ്ങിയതും അവൻ കഴുത്തിൽ കത്തിക്കൊണ്ട് വരയുന്നു. അവളുടെ കഴുത്തിലൂടെ രക്തം ചീറ്റി. ആ സമയം അവളുടെ ഹസ്ബൻഡ് അപ്പുറത്തെ റൂമിൽ വന്നിട്ടുണ്ട്. അവൻ നടക്കുന്ന ശബ്ദം വരെ അവൾക്ക് കേൾക്കാം. പക്ഷേ വാ തുറന്ന് വിളിക്കാൻ കഴിയുന്നില്ല. കാരണം കഴുത്തറുത്തിരിക്കുകയാണ്. കൈകൊണ്ടൊന്ന് ആ ഭിത്തിയിൽ തട്ടിയാൽ അവൻ അപ്പുറത്ത് കേൾക്കാൻ സാധിക്കും. അവൾ അതിനായി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവളെ കാലിൽ പിടിച്ച് വലിച്ചു നിലത്തേക്കിടുന്നു. അവിടെ നിന്നും അവൾ പയ്യെ ഇഴഞ്ഞിഴഞ്ഞ് ആ ഡ്രോയർ നോക്കി പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഡ്രോയറിനകത്ത് ഗണ്ണുണ്ട്, അതവൾക്കറിയാം. ഇക്കാര്യം കില്ലർക്കറിയില്ല.
അവൾ ഞെരങ്ങി ഞെരങ്ങി അതിനടുത്തെത്തിയെങ്കിലും അവൾക്കത് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും അവളുടെ രക്തം മൊത്തം വാർന്നൊലിച്ച് നിലത്തേക്ക് വീണ് കണ്ണുകളടയുന്നു. അപ്പോൾ അവൾക്ക് നേരെ അവൾ കിടക്കുന്നത് പോലെ തന്നെ അവളെ നോക്കി ആ കില്ലറും അടുത്തു വന്ന് കിടക്കുന്നു. അവളുടെ കണ്ണിൽ നോക്കി അവൻ അങ്ങനെ കിടക്കുകയാണ്. അവൾ മരിക്കുന്നത് കണ്ട് അവൻ രസിക്കുന്നു. രക്തം വാർന്നൊലിച്ച് അവൾ മരിക്കുന്നു. അവൾക്കൊരനക്കവും. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നോക്കുന്നു. ഒരനക്കവും. അവൾ മരിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി തലയറക്കുന്ന പണി തുടങ്ങാമെന്ന് കരുതി എഴുന്നേറ്റ് നിന്ന് കത്തി തുടയ്ക്കുന്നു. അപ്പോഴാണ് അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു കുട്ടി അവനെ നോക്കി നിൽക്കുന്നത് കാണുന്നത്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്നും വേഗം രക്ഷപ്പെടാൻ വേണ്ടി റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയം നമ്മുടെ ഹീറോ അവളെ കാണാതെ ഫോൺ ചെയ്യുന്നു. അപ്പോൾ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ നിന്നും അവളുടെ ഫോണിന്റെ ശബ്ദം അയാൾ കേൾക്കുന്നു. പെട്ടെന്ന് ഹീറോ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് അപ്പുറത്തെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ആ കില്ലറയാണ്. എന്താടാ എന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു വെടിയൊച്ച കേൾക്കുന്നു. കില്ലറുടെ പുറകിൽ ഒരു വെടി കൊള്ളുന്നു. അടുത്ത വെടി അയാളുടെ വയറിലാണ്. വെടികൊണ്ട് കില്ലർ അവിടെ തന്നെ വീഴുന്നു. നോക്കുമ്പോൾ നമ്മുടെ നടി എഴുന്നേറ്റ് നിന്ന് ഗണ്ണെടുത്ത് കില്ലറെ വെടിവെക്കുന്ന സീനാണ് കാണിക്കുന്നത്. ആ വെടിയൊച്ച കേട്ട് അപ്പാർട്ട്മെന്റിലെ ആളുകൾ ഓടിക്കൂടുന്നു. ഹീറോ നമ്മുടെ നടിയെ നോക്കി നിൽക്കുകയാണ്. അവളുടെ രക്തം കഴുത്തിൽ നിന്ന് വാർന്നൊലിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ ഹീറോയിനെ അങ്ങനെ തന്നെ നോക്കി അവിടെ തന്നെ വീഴുന്ന ഒരു സീനോടുകൂടി ചിത്രം അവസാനിക്കുകയാണ്. ആ അവസാന നോട്ടത്തിൽ അവൾ അവനോട് പറയാതെ പറയുകയാണ്, എത്ര തവണ പറഞ്ഞിട്ടും എന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പോഴിത് വിശ്വസിക്കുന്നുണ്ടോ? അവസാനം നടിയുടെ ആ സ്മാർട്ടായ മൂവ് കൊണ്ടാണ് കില്ലർ കൊല്ലപ്പെട്ടത്. സത്യത്തിൽ നടി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. മരിച്ചതുപോലെ അഭിനയിച്ചു കിടന്നതാണ്. അതുകൊണ്ടാണ് കില്ലർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഡ്രോയറിൽ നിന്നും ഗണ്ണെടുത്ത് അയാളെ വെടിവെച്ചത്. അതുകൊണ്ട് തന്നെ ആ കില്ലറും മരണപ്പെട്ടിരിക്കുന്നു. ഇനി ആ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ആ കില്ലറെ പേടിക്കാതെ ജീവിക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഈ ഫിലിം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ മൂവി സ്റ്റോറീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.